കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ സ്ഥാപന തെരഞ്ഞെടുപ്പിൽ ബി.ജെ.പിക്ക് കേരളത്തിലുണ്ടായ അഭൂതപൂർവമായിട്ടുള്ള നേട്ടം ദേശീയ തലത്തിൽ ഏറെ ചർച്ച ചെയ്യപ്പെട്ടു. പ്രധാനമന്ത്രിയും അതോടൊപ്പം തന്നെ മുൻ അധ്യക്ഷനും അമിത്ഷാജി, നിലവിലെ അധ്യക്ഷനുമായിട്ടുള്ള ശ്രീ നിതിൻ നബീൻ ഒക്കെ രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ബി.ജെ.പി ഭരിക്കുന്നതും അതുപോലെ തന്നെ കേരളത്തിലെ തദ്ദേശ സ്ഥാപനങ്ങളിൽ ബി.ജെ.പിക്കുണ്ടായ നേട്ടവും പരാമർശിക്കുകയുണ്ടായി. അതിനെ തുടർന്നാണ് കഴിഞ്ഞ മാസം ഇന്ത്യയുടെ പ്രധാനമന്ത്രി തിരുവനന്തപുരത്ത് വരികയും തിരുവനന്തപുരത്തെ പ്രവർത്തകരുടെ സമ്മേളനത്തിൽ പങ്കെടുക്കുകയും തിരുവനന്തപുരം വികസിത തിരുവനന്തപുരം എന്ന ബി.ജെ.പിയുടെ മുദ്രാവാക്യത്തിന് എല്ലാ പിന്തുണയും പ്രഖ്യാപിക്കുകയും ചെയ്തു. അതിനെ തുടർന്ന് കേരളത്തിലെ ജനപ്രതിനിധികളെ ബി.ജെ.പി ജനപ്രതിനിധികളെ പ്രതിനിധീകരിച്ച് ഡൽഹിയിലേക്ക് ഒരു യാത്ര പ്രധാനമന്ത്രിയുടെ താൽപ്പര്യപ്രകാരം ബി.ജെ.പിയുടെ കേന്ദ്ര നേതൃത്വം ഏറ്റെടുത്തിരിക്കുകയാണ്. അതുപ്രകാരം ഈ 9-ാം തീയതി നാളെ കേരള എക്സ്പ്രസ്സിൽ കേരളത്തിലെ 115 ജനപ്രതിനിധികൾ, തിരുവനന്തപുരം മേയർ, തിരുവനന്തപുരത്തെ ഡെപ്യൂട്ടി മേയർ, തിരുവനന്തപുരം കോർപ്പറേഷനിലെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാർ, അതുപോലെ തന്നെ തൃപ്പൂണിത്തുറ മുനിസിപ്പാലിറ്റി ചെയർമാൻ, വൈസ് ചെയർമാൻ, പാലക്കാട് മുനിസിപ്പാലിറ്റി ചെയർമാൻ, വൈസ് ചെയർമാൻ, കേരളത്തിൽ ബി.ജെ.പി വിജയിച്ച ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാർ, ചില പഞ്ചായത്തുകളുടെ പ്രതിപക്ഷ നേതാക്കന്മാർ, അങ്ങനെ തുടങ്ങി 115 ജനപ്രതിനിധികൾ കേരള എക്സ്പ്രസ്സിൽ ഡൽഹിയിലേക്ക് യാത്ര പുറപ്പെടും. നാളത്തെ കേരള എക്സ്പ്രസ്സിലാണ് യാത്ര പുറപ്പെടുന്നത്. ശ്രീ രാജീവ് ചന്ദ്രശേഖറിൻ്റെ നേതൃത്വത്തിലാണ് ഈ ജനപ്രതിനിധികൾ ഡൽഹിയിലെ വിവിധ സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങുന്നത്. ഈ ജനപ്രതിനിധികളുടെ യാത്ര പോകുന്ന വഴിക്ക് കോയമ്പത്തൂർ, വിജയവാഡ, വാറങ്കൽ, നാഗപ്പൂർ, ഗോളിയോർ, ആഗ്ര, മധുര, ന്യൂഡൽഹി എന്നിവിടങ്ങളിൽ വൻപിച്ച സ്വീകരണങ്ങൾ ട്രെയിനിൽ യാത്ര ചെയ്യുന്ന ജനപ്രതിനിധികൾക്കുണ്ടാകും. അവിടുത്തെ മന്ത്രിമാർ, പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷന്മാർ തുടങ്ങിയവർ അതാത് സംസ്ഥാനങ്ങളിൽ കേരളത്തിൽ നിന്നുള്ള ജനപ്രതിനിധികളെ സ്വീകരിക്കും. ഡൽഹി മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ അവിടെ വരുന്ന ജനപ്രതിനിധികളെ സ്വീകരിക്കാൻ വേണ്ടിയുള്ള സംവിധാനമാണ് ദേശീയ നേതൃത്വം ഒരുക്കിയിരിക്കുന്നത്. അതുകൂടാതെ പാർട്ടിയുടെ ദേശീയ ആസ്ഥാനത്ത് ശ്രീ നിതിൻ നബീൻ്റെ നേതൃത്വത്തിൽ, പാർട്ടിയുടെ ദേശീയ അധ്യക്ഷൻ്റെ നേതൃത്വത്തിൽ കേരളത്തിൽ നിന്നുള്ള ജനപ്രതിനിധികളുടെ ഈ സംഘത്തെ അവിടെ സ്വീകരിക്കും. തുടർന്ന് അടുത്ത ദിവസം പാർലമെൻറ്റും രാഷ്ട്രപതി ഭവനും അതോടൊപ്പം തന്നെ പ്രധാനമന്ത്രി PM മ്യൂസിയവും കണ്ടതിന് ശേഷം വൈകുന്നേരം പ്രധാനമന്ത്രിയുടെ വസതിയിൽ ഈ ജനപ്രതിനിധികൾ ശ്രീ രാജീവ് ചന്ദ്രശേഖറിൻ്റെ നേതൃത്വത്തിലുള്ള കേരളത്തിലെ ജനപ്രതിനിധികളുമായിട്ടുള്ള ഡിന്നർ ഉണ്ടാകും. അടുത്ത ദിവസം പാർട്ടിയുടെ ദേശീയ ആസ്ഥാനത്ത് പാർട്ടിയുടെ സംസ്ഥാന നേതാക്കന്മാർ, ജനപ്രതിനിധികൾ എന്നിവർക്ക് വേണ്ടിയുള്ള ചില ശില്പശാലകൾ, അതോടൊപ്പം തന്നെ ചർച്ചാ സമ്മേളനങ്ങൾ എന്നിവ പാർട്ടിയുടെ ദേശീയ ആസ്ഥാനത്ത് സംഘടിപ്പിച്ചിട്ടുണ്ട്. ഇതിന് ഞങ്ങൾ കേരളത്തിലെ ജനപ്രതിനിധികളുടെ ദില്ലി പ്രവാസ് എന്നാണ് ഇതിന് പേരിട്ടിരിക്കുന്നത്. കേരളത്തിലെ ബി.ജെ.പിയുടെ മുന്നേറ്റത്തിന് അതോടൊപ്പം തന്നെ വരുന്ന അസംബ്ലി തെരഞ്ഞെടുപ്പിൻ്റെ ഒരുക്കങ്ങൾക്കും ഏറെ ശക്തി പകരുന്നതും ആത്മവിശ്വാസമുണ്ടാക്കുന്നതും അടുത്ത അസംബ്ലി തെരഞ്ഞെടുപ്പോടുകൂടി കേരളത്തിൻ്റെ ഭരണം തന്നെ ബി.ജെ.പിക്ക് ലഭിക്കുമെന്ന നിലയിലുള്ള വളരെ ആസൂത്രണത്തിൻ്റെയും ആത്മവിശ്വാസത്തിൻ്റെയും കൂടെ പ്രതീകമാണ് ഇത്തരത്തിലുള്ള ദില്ലി പ്രവാസ് യാത്ര. ഈ യാത്രയ്ക്ക് ശ്രീ രാജീവ് ചന്ദ്രശേഖറാണ് നേതൃത്വം നൽകുന്നത്. അതോടൊപ്പം തന്നെ ബി.ജെ.പി ഭരിക്കുന്ന കോർപ്പറേഷനുകളുടെയും മുനിസിപ്പാലിറ്റികളുടെയും മേയർമാർ, ഡെപ്യൂട്ടി മേയർ, അതുപോലെ തന്നെ ചെയർമാൻമാർ, വൈസ് ചെയർമാൻമാർ എന്നിവർ ഇതിന് നേതൃത്വം നൽകും.